ഹലോ മക്കൾസ്, എടാ നമ്മളെ ബയോളജി എക്സാമിനേഷൻ അല്ലേ അടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ റിവിഷന് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. ഓരോ ചാപ്റ്റർ നിങ്ങൾ തിയറി റിവൈസ് ചെയ്യുന്ന സമയത്തും അതിലുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാറില്ലടാ. സോ നമുക്ക് നമ്മുടെ സുവോളജിയിലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ സീരീസുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? എന്റെ മക്കൾസ് റെഡി അല്ലേ? നമുക്ക് 10 സുവോളജി ചാപ്റ്റേഴ്സ് ഇല്ലേടാ +1 അല്ലേ? സോ നമ്മുടെ ലിവിംഗ് വേൾഡ് ചാപ്റ്ററിന് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെ, ഒന്നാമത്തത് 2 നെയിമിംഗ് സിസ്റ്റത്തിനെ അല്ലേ നമ്മൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയാ അല്ലെ. കാൾ ലിനേയസ് അല്ലേടാ അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫാദർ ഓഫ് ടാക്സോണമി എന്നൊക്കെ അറിയപ്പെടുന്ന. സോ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആരാണ്? അല്ലെ, നമ്മളെ ഫാദർ ഓഫ് ടാക്സോണമി ആയിട്ടുള്ള അദ്ദേഹം തന്നെയാണ് 2 നെയിമിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് കരോളസ് അല്ലെ. കാൾ എന്ന് പറയുമ്പോൾ കരോളസ് അല്ലേ ഇതാ, കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അല്ലേ? യെസ്. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ് അല്ലേ. ഇത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. നമ്മൾ മെയിൻ ആയിട്ട് അസെൻഡിങ് ഓർഡറിൽ നമ്മൾ പഠിക്കുന്നില്ലടാ. ഫസ്റ്റ് 1 സ്പീഷീസ് ആണ്. സ്പീഷീസ് കൂടി ചേർന്നാൽ ആരുണ്ടാവും? ജീനസ് ഉണ്ടാവും. FOCPK ജീനസ് കൂടി ചേർന്നാൽ ഫാമിലി ഉണ്ടാവും. FOCPK പിന്നെ ഫാമിലി കൂടി ചേർന്നാൽ ഓർഡർ ഉണ്ടാവും. ഓർഡർ കൂടി ചേർന്നാൽ ക്ലാസ് ഉണ്ടാവും. FOCPK അല്ലെ ഫൈലം ഉണ്ടാവും. പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ഫൈലം എന്നേ കൊടുത്തിട്ടുള്ളൂ. പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഡിവിഷൻ എന്നല്ലേ പറയാ. ഫൈലങ്ങൾ കൂടി ചേർന്നാൽ കിങ്ഡം, അതല്ലേ ആനിമൽ കിങ്ഡത്തിൽ നമ്മൾ ഒരുപാട് ഫൈലങ്ങളെ കുറിച്ചല്ലേ പഠിക്കുന്നേ. സോ ഇതാണ് ടാക്സോണമിക് കാറ്റഗറി ഹൈറാർക്കി അല്ലെ. ഹൈറാർക്കി ആ കാറ്റഗറീസിന്റെ ഓർഡർ. ടാക്സോണമിക് കാറ്റഗറീസിന്റെ ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് ചോദിച്ചാൽ സ്പീഷീസ് ആണ്. ഹയർ യൂണിറ്റ് ചോദിച്ചാൽ കിങ്ഡം ആണ്. ഇനി ക്ലാസിഫിക്കേഷന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചാൽ ടാക്സോൺ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഓരോന്നും ഓരോ ടാക്സ ആണ് അല്ലെ. ടാക്സോൺ ആണ്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? സോ ഇനി ICZN ഫുൾ ഫോം ചോദിച്ചാലോ? എന്താ ICZN? ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ അല്ലേടാ. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ്. ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഇനി ICBN ആണെങ്കിലോ? എന്റെ മക്കൾ കമന്റ് ചെയ്തേ. ICBN ആണെങ്കിൽ എന്താണ് അതിന്റെ ഫുൾ ഫോം? ഇന്റർനാഷണൽ കോഡ് ഓഫ് എന്ത് നോമൻക്ലേച്ചർ ആണ് ICBN? നിങ്ങൾ അത് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ആനിമൽ കിങ്ഡം ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ +1 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആനിമൽ കിങ്ഡത്തിൽ നിന്നല്ലേടാ. സോ എന്താണ്? ഹെമികോഡേറ്റ്സ് ഹാവ് എ റൂഡിമെന്ററി സ്ട്രക്ചർ ഇൻ ദ കോളാർ റീജിയൻ കോൾ. ഹെമികോഡേറ്റ്സിന്റെ നമ്മൾ പ്രൊബോസിസും കോളാറും ട്രങ്ക് എന്നുള്ള റീജിയൻ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ കോളാർ റീജിയൻ ഇങ്ങനെ ഒരു റൂഡിമെന്ററി സ്ട്രക്ചർ ഉണ്ട്. എന്താ അതിന്റെ പേര്? നോട്ടോകോഡ് ആണോ? അല്ല, അതിനെ നമ്മൾ സ്റ്റോമോകോഡ് എന്നാ വിളിക്കുക അല്ലെ. റൂഡിമെന്ററി സ്ട്രക്ചർ നോട്ടോകോഡ് അല്ല, സ്റ്റോമോകോഡ് ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇനിയോ ആരൊക്കെ കൂടി ചേർന്നല്ല പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ആദ്യത്തെ ഫൈലം കോഡേറ്റയിൽ നമ്മൾ യൂറോ കോഡേറ്റയും സിഫലോ കോഡേറ്റയും വെർട്ടിബ്രേറ്റയും അല്ലേ പഠിക്കുന്നത്. സോ ആദ്യത്തെ 2 ആൾക്കാരില്ലേ, ദാറ്റ് ഈസ് യൂറോ കോഡേറ്റ ആൻഡ് പിന്നെ ആരാണ്? സെഫലോ കോഡേറ്റ. ഈ 2 ആൾക്കാരെ കൂടി ചേർത്താലാണ് നമ്മൾ പ്രോട്ടോകോഡേറ്റ്സ് വിളിക്കുക. ഇനി യൂറോ കോഡേറ്റിന്റെ വേറെ പേരെന്താ? ട്യൂണിക്കേറ്റ എന്നും വിളിക്കാറുണ്ട് അല്ലെ. ഇവരൊക്കെ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? യൂറോ കോഡേറ്റ ഭയങ്കര സാഡ് ആണ്. സാൽപ്പ അസിഡിയ ആൻഡ് ഡോളിയോളം. സിഫലോ കോഡേറ്റ CB ചിക്കൻ ബിരിയാണിയാണ്. ബ്രാങ്കിയോസ്റ്റോമ ലാൻസ്ലെറ്റ് എന്നൊക്കെ അറിയപ്പെടാറുണ്ട് അല്ലെ. ഏത് ഗ്രൂപ്പ് ഓഫ് കോഡേറ്റ്സ് പോസസ് സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത്? ആർക്കാണ് ഇങ്ങനെ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് ഉള്ള ആള്? ജോലസ് ഫിഷ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? പെട്രോമൈസൽ ലാംബ്ര ഒക്കെ. ഏതാ ക്ലാസ്? ദാറ്റ് ഈസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ അല്ലെ. ഫൈലം വെർട്ടിബ്രേറ്റിന്റെ അല്ലെ സബ് ഫൈലം വെർട്ടിബ്രേറ്റിന്റെ അണ്ടർ നമ്മൾ ക്ലാസ്സസ് പഠിക്കുന്നില്ലേ അല്ലെ. ജോ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ജോലസ് വെർട്ടിബ്രേറ്റ്, പെട്രോമൈസണും മിക്സിൻ ഹാഗ് ഫിഷ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അവരെ ക്ലാസ്സിലെ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് ദാറ്റ് ഈസ് അല്ലെ അവർ എക്ടോ പാരസൈറ്റ്സ് ആയിട്ടല്ലേ അവരെ കാണപ്പെടുക. സൈക്ലോസ്റ്റോംസ് ആണ്. സൈക്ലോസ്റ്റൊമാറ്റിന്റെ ഫീച്ചർ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. സീലോമേറ്റ്, ആർത്രോപോഡ, സ്യൂഡോസീലോമേറ്റ്. എടാ ആദ്യത്തെ പ്ലാറ്റിയൽമിനസ് വരെ 4 ആൾക്കാർക്ക് ബോഡി ക്യാവിറ്റി ഇല്ല. സീലോമേറ്റ് എന്ന് അറിയപ്പെടുക. ഫാൾസ് ബോഡി ക്യാവിറ്റി, സ്കാറ്റേർഡ് പൗച്ചസ് ഇങ്ങനെയുള്ള ആൾക്കാർ ആരാണ്? സ്യൂഡോസീലോമേറ്റ് ആണ്. ദാറ്റ് ഈസ് ആസ്കൽമിന്തസ്. സോ സ്യൂഡോസീലോമേറ്റ് ആൻസർ എന്താണ്? ആസ്കൽമിന്തസ്. പിന്നെ അനലിഡ്സ് മുതൽ കോഡേറ്റ്സ് വരെ ആർത്രോപോഡന്റെ ഇടയിൽ എല്ലാവർക്കും ബോഡി ക്യാവിറ്റി ഉണ്ട്. സീലോമേറ്റ് ആണ്. ഓക്കെ, ഒരൊറ്റ ആൾ മാത്രമേ സ്യൂഡോസീലോമേറ്റ് ഫൈലത്തിലുള്ളൂ. ദാറ്റ് ഈസ് ആസ്കൽമിന്തസ്. റൗണ്ട് നമുക്ക് വരുന്ന ബുഷറേറിയ, ആൻസിലോസ്റ്റോമ ആൻഡ് അസ്കാരിസ് അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ആർത്രോപോഡിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ഇവിടെ തന്നിട്ടുണ്ട്, മാൽപീജിയൻ ട്യൂബ്യൂൾ. സോ അനലിഡ്സിന്റെതോ? ദാറ്റ് ഈസ് ട്യൂബ്സ്, നെഫ്രീഡിയൽ ട്യൂബ്സ്, ദാറ്റ് ഈസ് നെഫ്രീഡിയ അല്ലേ. എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലേ എവിടെ എഴുതേണ്ടത്? നെഫ്രീഡിയ അല്ലേടാ. സെറ്റ് അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓസ്റ്റിക്ടൈസ് സൈക്ലോയിഡ് സ്കെയിൽ അല്ലെ, പൈസസ് മീനിന്റെ വിഭാഗം നമ്മൾ കോൺട്രിക്ടൈസ്. അപ്പൊ എന്താണ് അല്ലെ, സൈക്ലോയിഡിനെ ടീനോയിഡ് സ്കെയിൽസ് വിളിക്കാറ്. സൈക്ലോയിഡിന്റെ വേറെ പേര് ടീനോയിഡ് സ്കെയിൽസ് ആണ്. അപ്പൊ കോൺട്രിക്ടൈസ് പ്ലാക്കോയിഡ് സ്കെയിൽ ആണ്, മാറിപ്പോകരുത് കേട്ടോ. ടീനോയിഡ് എഴുതരുത്, അത് സൈക്ലോയിഡിന്റെ വേറെ പേരാണ്. ഓക്കെ, കോൺട്രിക്ടൈസ് പ്ലാക്കോയിഡ് സ്കെയിൽ ആണ്, പ്ലാക്കോയിഡ് സ്കെയിൽ. ഓക്കെ, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സീരീസ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മറന്നുപോയോ? വിച്ച് ക്ലാസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺ? ഫ്ലൈറ്റ് അഡാപ്റ്റേഷന് എയർ ഫിൽഡ്, ബോണി കാവിറ്റി വിച്ച് ഈസ് ഫിൽഡ് വിത്ത് എയർ. എല്ലിനുള്ളിൽ എയറിന്റെ പ്രസൻസ് അധികമുള്ളത് വെയിറ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ടല്ലേ. അപ്പൊ പറക്കുന്ന ആൾക്കാരിലാണ്. ദാറ്റ് ഈസ് ബേർഡ്സ് ക്ലാസ്. ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചത്? ദാറ്റ് ഈസ് ക്ലാസ് ഏവ്സ്. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, ഏവ്സ് എന്നല്ല, ക്ലാസ് ഏവ്സ്. ബേർഡ്സിന്റെ വിഭാഗം അല്ലേടാ, സെറ്റ് അല്ലേ? യെസ്. ഫൈൻഡ് ഔട്ട് ദ സ്യൂഡോസിലോമേറ്റ് ആനിമൽ ഫ്രം ദ ഫോളോയിങ്. എടാ സ്യൂഡോസിലോമേറ്റ് ആസ്കൽമിന്തസ് ആണ് ഞാൻ പറഞ്ഞു. വാ, ബുഷറേറിയ, ആൻസിലോസ്റ്റോമ ആൻഡ് അസ്കാരിസ്. അല്ല, ആരും ഇതിലില്ലേ? ഉണ്ടല്ലോ. ബുഷറേറിയ ഫൈലേറിയൽ വേം ആണ്, ആൻസിലോസ്റ്റോമ ഹുക്ക് വേം ആണ് അല്ലെ, അസ്കാരിസ് റൗണ്ട് വേം ആണ്. സോ ഹുക്ക് വേം അവിടെ ഉണ്ട്. സോ ഹുക്ക് വേം മനസ്സിലായോ? ടേപ്പ് വേം ടീനിയാണ്. ടീനി ഏതാണ്? പ്ലാറ്റി ഹെൽമിന്തസ് ആണ്. എർത്ത് വേം അനലിഡ് ആണ്, ദാറ്റ് ഈസ് ഫെറട്ടിമ. ഹണിബി ആർത്രോപോഡയാണ്, അപ്പിസ്. നെക്സ്റ്റ്, എ ലിംബിലസ് ആംഫീബിയൻ. ഏതാ ലിംബിലസ് ആംഫീബിയൻ? പെട്രോമൈസൺ. അയ്യോ, ലിംബിലസ് ആംഫീബിയൻ പെട്രോമൈസൺ അല്ല. പെട്രോമൈസൺ എന്താണ്? അത് ജോലസ് വെർട്ടിബ്രേറ്റ് ആണ്. ലിംബിലസ് ആംഫീബിയൻ ആരാണ്? ലിംബിലസ് ആംഫീബിയൻ അല്ലേ, അധികം ആൾക്കാർക്ക് ലിംസ് ഇല്ലേ? ആംഫീബിയൻസ് തവള വിഭാഗത്തിലൊക്കെ പെട്ട ആൾക്കാര് അല്ലെ. ബഫോ, ടോഡ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ റാണ പഠിക്കുന്നുണ്ട്. പിന്നെ ഇക്തയോഫിസ്, ലിംബിലസ് ആംഫീബിയൻ, സലമാൻഡ്ര അല്ലെ, ഹൈല, ട്രീ ഫ്രോഗ് ഒക്കെ. അതില് ലിംബിലസ് ആംഫീബിയൻ ആരാണ്? അല്ലെ, ഇങ്ങനെ കണ്ണിലാക്കുരുടെ പോലത്തെ സാധനം അല്ലേ, ദാറ്റ് ഈസ് ഇക്തയോഫിസ്. ഇക്തയോഫിസ് ആണ് കേട്ടോ. ഓക്കെ, ജോലസ് വെർട്ടിബ്രേറ്റ് പെട്രോമൈസൺ ആണ്. ലിംബിലസ് ആംഫീബിയൻ ഇക്തയോഫിസ് ആണ്, ഇക്തയോഫിസ്. നെക്സ്റ്റ്, അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? സോ ബയോമോളിക്യൂൾസിലെ ഇമ്പോർട്ടന്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് പോയാലോ മക്കൾസ്? റെഡി അല്ലേ? ആനുവൽ കിങ്ഡം കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനാണ് അടുത്തത് കൂടുതൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് അറിയാലേ. ഡാഷ് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ഹോൾ ഓഫ് ദ ബയോസ്ഫിയർ. ദ ഹോൾ ബയോസ്ഫിയറിൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഏതാണ്? റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, റുബിസ്കോ. റുബിലോസ് ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിജനേസ്, റുബിസ്കോ ആണ്. ഇനി ആനിമൽ വേൾഡിൽ ചോദിച്ചാലോ? അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കും. ആനിമൽ വേൾഡിൽ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഏതാണ്? നിങ്ങൾ കമന്റ് ചെയ്യൂ മക്കൾസ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് വിത്ത് ലെറ്റർ സി അല്ലേ? കമന്റ് ചെയ്യൂ. ഇൻ എ പോളിസാക്കറൈഡ് ദ ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ്സ് ആർ ലിങ്ക്ഡ് ബൈ ഡാഷ് ബോണ്ട്. എടാ, പ്രോട്ടീൻ ആണെങ്കിൽ അമിനോ ആസിഡിനെ ലിങ്ക് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് അല്ലേ? ഇത് സോ ഗ്ലൈക്കോസിഡിക് ബോണ്ട് അല്ലേ വരിക? ഫാറ്റി ആസിഡ് ഗ്ലിസറോളിലേക്ക് ഫോം ചെയ്യുന്നതാണ് എസ്റ്റർ ബോണ്ട് വരിക അല്ലെ, എസ്റ്റർ ബോണ്ട്. ഇത് DNA യിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് 3' 5' അല്ലെ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ന്യൂക്ലിക് ആസിഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സോ മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ യൂണിറ്റ്, ഷുഗർ ഗ്ലൂക്ക്, ദാറ്റ് ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. പെപ്റ്റൈഡ് ആകുമ്പോൾ ഈ പ്രോട്ടീൻ അമിനോ ആസിഡ് ബന്ധിപ്പിക്കുന്നതാണ് പെപ്റ്റൈഡ് ബോണ്ട്. The activity of an enzyme is sensitive to the presence of specific chemicals that bind to the enzyme. When the binding of the chemicals shut off the enzyme activity, such chemicals are called. Enzymatic activity shut off ചെയ്യുന്ന ആൾക്കാരെ ഇൻഹിബിറ്റേഴ്സ് എന്നല്ലേ വിളിക്കുക. കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇൻഹിബിറ്റേഴ്സ് ആണ്, കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആണ്. അതേപോലെ സ്ട്രക്ചർ വന്ന് കയറിയിരിക്കും അല്ലേ, അവസാനം ഫെയിലർ ആയി പോകും. ആ ആക്ടിവിറ്റി കാറ്റലറ്റിക് ആക്ടിവിറ്റി നടക്കോ? ഇല്ല. ദാറ്റ് ഈസ് കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇൻഹിബിറ്റേഴ്സ് ഒക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. നെക്സ്റ്റ്, എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ 6 നമ്മൾ പഠിക്കുന്നല്ലേ. എൻസൈംസ് ദാറ്റ് കാറ്റലൈസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ് ഫ്രം സബ്സ്ട്രേറ്റ് ബൈ മെക്കാനിസം അതർ ദാൻ ഹൈഡ്രോളിസിസ്. ഹൈഡ്രോളിസിസ് മെത്തേഡ് അല്ലാതെ ഏതാടാ അത്? ഇപ്പൊ ഇതിന് 2 ഗ്രൂപ്പ് ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ ഹൈഡ്രോളിസിസ് മെത്തേഡ് അല്ലാതെ കാർബൺ ഡബിൾ ബോണ്ട് ലീവ് ചെയ്യുന്നു, ആ ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണെന്ത്? ലയേസസ്. സോ ലയേസസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി മോളിക്യൂളിനെ ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന ലിഗേസ് ആണ്. സോ ഇല്ല, ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഡബിൾ ബോണ്ട് ലീവ് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ് മെത്തേഡ് അല്ലാതെ സഹായിക്കുന്നത് ലയേസസ് ആണ്. ലയേസ് ഈസ് ദ റൈറ്റ് ആൻസർ, ലയേസ്. ഓക്കെ, സോ ബയോമോളിക്യൂൾസ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഫിസിയോളജി ചാപ്റ്റേഴ്സ് അല്ലേടാ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ വേണമെങ്കിൽ നമുക്ക് ഹൈബർനേഷൻ ഈസ്റ്റുവേഷൻ ചോദിക്കും കേട്ടോ. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ 1 മാർക്കിന് ചാൻസ് ഉള്ളത് ഹൈബർനേഷൻ ഈസ്റ്റുവേഷൻ. പിന്നെ ഫ്രോഗിന്റെ റെസ്പിറേഷൻ ആ ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കാം അല്ലെ. ഹൈബർനേഷൻ HW ഹോംവർക്ക് എന്നല്ലേ പറയാ, ദാറ്റ് ഈസ് വിന്റർ സ്ലീപ്പ് ആണ്. ഈസ്റ്റുവേഷൻ എന്താണ്? സമ്മർ സ്ലീപ്പ് ആണ് അല്ലെ. എക്സ്ട്രീം സമ്മറിലും എക്സ്ട്രീം വിന്ററിലും ഫ്രോഗിന് അല്ലെ പോയിക്കിലോതേർമൽ, അതുകൊണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ബറോ ആയിട്ട് മാണത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ ബ്രീത്തിങ്ങിനുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ സീരീസിലേക്ക് പോയാൽ എന്റെ മക്കൾസ് റെഡി അല്ലേ? യെസ്. കപ്പാസിറ്റീസ് എന്നാണ്. TV പ്ലസ് IRV പ്ലസ് ERV ഇത് ഏതിന്റെ ഇക്വേഷനാ? VC, ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി അല്ലേ.
IC is equal to TV plus IRV, EC is equal to TV plus ERV, FRC is equal to RV plus ERV. മറന്നുകൊണ്ട. ഓക്കെ, മെഡുല റെസ്പിറേറ്ററി റിതം സെന്റർ ആണ് മെഡുല ഒബ്ലോങ്കറ്റ. മെഡുല ഉദ്ദേശിച്ചത് മെഡുല ഒബ്ലോങ്കറ്റ ആണ്. അപ്പൊ ന്യൂമോടാക്സി സെന്റർ എവിടെയാ കാണാം? റെസ്പിറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സെന്റർ ന്യൂമോടാക്സി സെന്റർ പി. അപ്പൊ പി ദാറ്റ് ഈസ് പോൺസ് വരോളി. പോൺസ് ആണ് മെയിൻ റെസ്പിറേറ്ററി സെന്റർ ഇയാളാണ്. ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നത് പോൺസ് ആണ്. പോൺസിലുള്ള ന്യൂമോടാക്സി സെന്റർ. പിന്നെ ഒരു സെന്റർ കൂടി നമുക്ക് പഠിക്കാനില്ല, അപ്നിയോസ്റ്റിക് എന്നൊക്കെ പറയും, പഠിക്കാനില്ല. നോർമൽ ഹാർട്ട് ബീറ്റ് റേറ്റ് 70 to 72 ബീറ്റ്സ് പെർ മിനിറ്റ്. സോ റെസ്പിറേറ്ററി റേറ്റ് എത്രയാ? നോർമൽ 12 to 16 ബ്രീത്ത്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ സൈക്കിൾസ് പെർ മിനിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. 12 to 16 ആണ് റെസ്പിറേറ്ററി റേറ്റ്. നോട്ട് ചെയ്യുക, പല കുട്ടികളും ഇത് പഠിക്കാറില്ല. പ്ലീസ് നോട്ട് ഇറ്റ്. ഹാർട്ട് ബീറ്റ് റേറ്റ് 70 to 72 ടൈംസ് ബീറ്റ്സ് പെർ മിനിറ്റ്. ഇത് ബ്രീത്ത്സ് പെർ മിനിറ്റ്. ഓക്കെ. Respiratory disorder in which alveolar walls are damaged due to which respiratory surface is decreased. ആൽവിയോളാർ വാൾ ഡാമേജ് ആവുന്നു, റെസ്പിറേറ്ററി സർഫസ് കുറയുന്നു. എന്താ കാരണം? നല്ലോണം സിഗരറ്റ് വലിക്കുന്നതാവാം അല്ലെ. ഇപ്പൊ ക്രോണിക് ചെയിൻ സ്മോക്കേഴ്സിൽ കാണപ്പെടുന്ന അസുഖമാണ്. ദാറ്റ് ഈസ് ബ്രോങ്കൈനെ ബാധിക്കുന്നത് ആസ്മയാണ്. ബ്രോങ്കിയൽ ആസ്മ, ബ്രോങ്കൈ കൺസ്ട്രക്ട് ആയിട്ട് വരുന്ന അവസ്ഥകളുണ്ട്. ബ്രോങ്കൈനെ ബാധിക്കുന്നത് ബ്രോങ്കൈറ്റിസ് ഒക്കെ ആസ്മയിലാണ്. സോ ആൽവിയോളാർ സർഫസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന സിഗരറ്റ് വലിക്കുന്ന സമയത്തൊക്കെ റെഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു അസുഖം നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് എംഫൈസിമയാണ് കേട്ടോ. നെയിം ദ എൻസൈം ദാറ്റ് ആക്സലറേറ്റ് ദ ഫോളോയിങ് റിയാക്ഷൻ. കാർബൺ ഡയോക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിൽ പഠിക്കുന്ന ഇതിനെ സഹായിക്കുന്ന എൻസൈമിന്റെ പേരെന്താ? ദാറ്റ് ഈസ് ഒരു മെറ്റൽ അയോൺ Zn2+ കണ്ടെയ്നിങ് എൻസൈം, കാർബോണിക് അൻഹൈഡ്രേസ്. എന്താണ് എൻസൈമിന്റെ പേര്? കാർബോണിക് അൻഹൈഡ്രേസ് ആണ് കേട്ടോ. കാർബോണിക് അൻഹൈഡ്രേസ് ആണ്. 1 മാർക്കിന്റെ ചോദ്യമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? ബോഡി ഫ്ലൂയിഡ്സിന് വെരി ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിന്റെ പേര് ചോദിക്കും. എന്താണ് അതിനെ വിളിക്കുക? ഹാർട്ടിന്റെ കവറിംഗ് മെംബ്രെയിൻ നമ്മൾ എന്താ വിളിക്കുക? ലങ്സിൻ്റെത് പ്ലൂറൽ മെംബ്രെയിൻ ആണെങ്കിൽ ഹാർട്ടിൻ്റെത് പെരികാർഡിയം എന്നല്ലേ പറയാ? പെരികാർഡിയം എന്നാണ് പറയാ. ഔട്ടർ പാരൈറ്റൽ ആൻഡ് ഇന്നർ വിസറൽ എയർ ഒക്കെ നമുക്ക് അവിടെ കാണപ്പെടും. ഇനി പ്ലാസ്മയിൽ നിന്നും അല്ലെ, പ്ലാസ്മയിലാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇനാക്റ്റീവ് രൂപത്തിൽ ഉണ്ടാവുക. ഈ പ്ലാസ്മയിൽ നിന്നും രക്തത്തിനെ കട്ട പിടിക്കുന്ന ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്താ വിളിക്കുക? സെറം എന്നാണ് വിളിക്കുക. സീറം എന്നാണ് വിളിക്കുക കേട്ടോ. സീറം എന്നാണ് വിളിക്കുക. ഓക്കെ. ഇനിയോ ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ഏതാ വാൾവ്? ദ റൈറ്റ് ഏട്രിയം, ദ റൈറ്റ് വെൻട്രിക്കിൾ, ദ ലെഫ്റ്റ്. അയ്യോ, ഞാൻ എന്തൊക്കെയാ എഴുതുന്നത് അല്ലേ? ഇത് ഏട്രിയം, റൈറ്റ് ഏട്രിയം, ദ ലെഫ്റ്റ് ഏട്രിയം, ദ റൈറ്റ് വെൻട്രിക്കിൾ, ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പൊ റൈറ്റ് സൈഡിൽ റൈറ്റ് ട്രൈ എന്ന് അറിയാം. 3 കസ്പുള്ള വാൾവാണ്. ഇവിടെ 2 കസ്പുള്ള വാൾവാണ്. റൈറ്റ് ട്രൈ. സോ റൈറ്റ് സൈഡിലാണ് ട്രൈ അല്ലെ. അപ്പൊ റൈറ്റ് സൈഡിൽ ഏത് വാൾവാന്നല്ലേ ചോദിച്ച് കൺട്രോൾ ചെയ്യുന്നത്? ദാറ്റ് ഈസ് റൈറ്റ് ട്രൈ. ദാറ്റ് ഈസ് ട്രൈ കസ്പിഡ് വാൾ. 3 കസ്പുള്ള വാൾവാണ്. ഇനി ലെഫ്റ്റ് സൈഡിലാണെങ്കിലോ ബൈകസ്പിഡ് വാൾവാണ്, അല്ലെങ്കിൽ മിട്രൽ വാൾവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. മിട്രൽ വാൾവ്. ഓക്കെ. ഇൻ എ മെഡിക്കൽ റെക്കോർഡ് ഓഫ് പേഷ്യന്റ് ബ്ലഡ് പ്രഷർ 140/90 കൂടി കഴിഞ്ഞാൽ അല്ലെ, ദാറ്റ് ഈസ് നമ്മൾ ഇതിനെന്താ വിളിക്കുക? ഹൈപ്പർ ടെൻഷൻ എന്നല്ലേടാ വിളിക്കുക. ഹൈപ്പർ ടെൻഷൻ എന്നാണ് ആ അസുഖത്തിനെ വിളിക്കുക അല്ലെ. കുറഞ്ഞ് BP കുറഞ്ഞാൽ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയാറുണ്ട്. ഓക്കെ അല്ലേ? സോ എക്സ്ക്രീറ്ററി ചാപ്റ്ററിലേക്ക് പോയാൽ എക്സ്ക്രീഷൻ ചാപ്റ്ററിലേക്ക് അല്ലെ. അസുഖത്തിന് എപ്പോഴും നമുക്ക് എല്ലാ ചാപ്റ്ററിനും അസുഖം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദ ഡിസോർഡർ ഇൻ വിച്ച് സ്റ്റോൺ ഓർ ഇൻസോലുബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ് സോൾട്ട് ഫോംഡ് വിത്തിൻ ദ കിഡ്നി. ഏതാ? ദാറ്റ് ഈസ് മൂത്രക്കല്ലല്ലേ. റീനൽ കാൽക്കുലൈ എന്ന് എഴുതാം അല്ലെ. റീനൽ കാൽക്കുലൈ, അല്ലെങ്കിൽ നിങ്ങൾ കിഡ്നി സ്റ്റോൺ എഴുതിയാലും ശരിയാണ്. ഇനി ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യുന്ന അസുഖത്തിന് എന്താ പറയാ? യുറീമിയ എന്നല്ലേ പറയാ. അതിന്റെ ട്രീറ്റ്മെന്റ് ഹീമോഡയാലിസിസ് ആണെന്നുള്ള കാര്യം കൂടി എന്നെ മക്കൾ മനസ്സിലാക്കണം. അതുപോലെ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമർലി ഓഫ് ദ നെഫ്രോൺ, ഗ്ലോമർലോനെഫ്രൈറ്റിസും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇൻ ഹ്യൂമൻ കിഡ്നി ആൻജിയോടെൻസിനോജൻ കൺവേർട്ടഡ് ടു ആൻജിയോടെൻസിൻ 1 ബൈ ലിവർ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ആൻജിയോടെൻസിനോജൻ. അതിനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നത് JG സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന റെനിൻ ആണ്. റെനിൻ, RENIN, റെനിൻ ആണ് കൺവേർഷന് സഹായിക്കുന്നത്. മനസ്സിലായോ? റെനിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ അല്ല, എൻസൈം ആണ്. അതും എൻസൈം ആണ്, ഹോർമോൺ അല്ല കേട്ടോ. റെനിൻ എൻസൈം ആണ്. ആൻജിയോടെൻസിനോജനേസ് അതിന്റെ വേറെ പേരൊക്കെ പറയാം, ആവശ്യമില്ല. ഓക്കെ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം DCT ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ഹോർമോൺ. എടാ, DCT ഭാഗത്ത് നിന്ന് അല്ലെ ആ വെള്ളത്തിന് തിരിച്ചെടുക്കാൻ സഹായിക്കുന്നത് വാട്ടർ റീഅബ്സോർപ്ഷൻ റേറ്റ് കൂട്ടുന്ന ഹോർമോൺ, ദാറ്റ് ഈസ് ആന്റി ഡയററ്റിക് ഹോർമോൺ, അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് വിളിക്കാം. അതുകൊണ്ടാണല്ലോ DCTന്റെ ഫംഗ്ഷൻ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ എന്നല്ലേ പഠിക്കുന്ന. ഹോർമോണിന്റെ ആക്ഷൻ അവിടെയുണ്ട്. കിഡ്നി ഫെയിലർ ക്യാൻ കോസ് എ ബോൺ ഡിസോർഡർ കോൾഡ്. എടാ, ആക്ച്വലി ഇത് നമുക്ക് നമ്മളെ സിലബസിൽ പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ല. കിഡ്നി ഫെയിലർ ക്യാൻ കോസ് എ ബോൺ ഡിസോർഡർ കോൾഡ്. ഓക്കെ. സോ നമുക്ക് അത് നമ്മളെ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് നോക്കേണ്ട ആവശ്യമില്ല. ആൻസർ വേണമെങ്കിൽ ഞാൻ പറയാം, ബട്ട് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്ന് യുറീമിയ ഉണ്ട് കേട്ടോ. യുറീമിയ, പ്രസൻസ് ഓഫ് എക്സസ് യൂറിയ ഇൻ ബ്ലഡ്. കിഡ്നി ഒക്കെ ഫെയിലർ ആയി കഴിഞ്ഞാൽ യുറീമിയ വരാറുണ്ട്. സോ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. യുറീമിയന്റെ ട്രീറ്റ്മെന്റ് എന്താ?
ട്രീറ്റ്മെന്റ് ചോദിച്ചാൽ നമുക്ക് ഏത് പറയാം? ഹീമോഡയാലിസിസ് പറയാം. ഹീമോഡയാലിസിസ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. യെസ്, ലോക്കോമോഷൻ ആണ്. ഓക്കെ, ഇനി ലോക്കോമോഷനും ന്യൂറലും കെമിക്കലുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് നമുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, നെയിം ദ പോർഷൻ ഓഫ് മയോഫൈബ്രിൽ ബിറ്റ്വീൻ 2 സക്സസീവ് ഇസഡ് ലൈൻ. നമുക്കറിയാം തിൻ ഫിലമെന്റ് ആണ് ആക്റ്റിന്. ഈ ആക്റ്റിന് ഇങ്ങനെ കറക്റ്റ് സ്പേസിൽ നിൽക്കാൻ കാരണം ഫേംലി അറ്റാച്ച് ടു സെൻട്രൽ ബൈസെറ്റ് ചെയ്യുന്ന ലൈനാണ് ഇസഡ് ലൈൻ. ഇസഡ് ലൈൻ. ഇപ്പൊ 2 ഇസഡ് ലൈനിന്റെ ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ കോൺട്രാക്ഷന്റെ സ്കെലറ്റൽ മസ്കുലർ കോൺട്രാക്ഷന്റെ യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് സാർക്കോമിയർ. സാർക്കോമിയർ ആണ് ആൻസർ വരിക. ഓക്കെ, ദാറ്റ് ഈസ് സ്കെലറ്റൽ മസ്കുലർ കോൺട്രാക്ഷന്റെ യൂണിറ്റ് ആണ് സാർക്കോമിയർ അല്ലേ. ഇവിടെയാണ് ആരുണ്ടാവുക? മയോസിൻ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മയോസിന്റെ സെന്ററിലൂടെ ബൈസെറ്റ് ചെയ്യുന്ന ലൈനിന്റെ പേരെന്താ? എം ലൈൻ എന്ന് പറയാം. എം ലൈൻ. അപ്പം ഈ ഇസഡ് ലൈൻ എം ലൈനിന്റെ അടുത്തേക്ക് വരും. ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ. 2 ഇസഡ് ലൈനും ഇങ്ങനെ അടുത്തടുത്ത് വരും. ഇപ്പൊ ആക്റ്റിനും കൂടെ വരും. സോ ആക്റ്റിൻ സ്ലൈഡ്സ് ഓവർ മയോസിൻ. ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, റൈറ്റ് എനി 2 കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ ഇൻവോൾവ് ഇൻ മസിൽ കോൺട്രാക്ഷൻ. മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന 2 പ്രോട്ടീൻ, ഒന്ന് തിൻ ഫിലമെന്റ് ആക്റ്റിനും അടുത്തത് തിക് ഫിലമെന്റ് മയോസിനും. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാൻഡ് ഓർമ്മയുണ്ടോ? ഐ ബാൻഡ്, ഐസോട്രോപിക്. ഇത് അനൈസോട്രോപിക് എ ബാൻഡ് അല്ലേ. ഇത് ലൈറ്റ് ബാൻഡ് ആണ്, ഡാർക്ക് ബാൻഡ് ആണ്. അല്ലെങ്കിൽ ഇത് തിൻ ഫിലമെന്റ് ആണ്, ഇത് തിക് ഫിലമെന്റ് ആണ്. ഇത് 2 മസിൽ പ്രോട്ടീൻസ് അല്ലേ. ദാറ്റ് ഈസ് സ്കെലറ്റൽ മസിലിന്റെ ആക്റ്റിൻ ആൻഡ് മയോസിൻ ആണ് ആ പ്രോട്ടീന്റെ പേര്. ഓക്കെ, റൈറ്റ് വിച്ച് തിയറി എക്സ്പ്ലെയിൻ മസിൽ കോൺട്രാക്ഷൻ? ആക്റ്റിൻ സ്ലൈഡ്സ് ഓവർ മയോസിൻ അല്ലേ. ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സയന്റിസ്റ്റിന്റെ പേരൊന്നും പഠിക്കാനില്ല. ജെഎസ് ഹക്സ്ലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഇത് നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി ആണ്. ആക്റ്റിൻ സ്ലൈഡ്സ് ഓവർ മയോസിൻ എന്നാണ് നമ്മൾ പഠിക്കുക അല്ലേ. സോ നമുക്ക് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ചാപ്റ്ററിലേക്ക് പോയാലോ. നെർവസ് സിസ്റ്റം സെറ്റ് അല്ലേടാ. നെയിം ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് ദാറ്റ് സെപ്പറേറ്റ് മെംബ്രെയിൻസ് ഓഫ് പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസ് അറ്റ് എ കെമിക്കൽ സിനാപ്സ്. ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. സോ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഇതാണ്, പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഇതാണ്. അതിനിടയിലുള്ള ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് നമ്മൾ എന്താ വിളിക്കുക? ആ കാൽഷ്യം എക്സസ് ആയിട്ട് കാണപ്പെടുന്ന ആ സ്പേസ് നമ്മൾ എന്താ വിളിക്കുക? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നല്ലേ വിളിക്കുക ആ സ്പേസിനെ. സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് ആ സ്പേസിനെ വിളിക്കുക. ജംഗ്ഷനെ വിളിക്കുന്ന പേര് സിനാപ്സ് ആണ്. ആ സ്പേസിനെ നമ്മൾ സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് പറയുക. സിനാപ്റ്റിക് ക്ലഫ്റ്റ്, ക്ലഫ്റ്റ്, ക്ലഫ്റ്റ്. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ. ഒരു മനുഷ്യന്റെ ഫോർ ബ്രെയിനിലുള്ള സെറിബ്രം അല്ലേ ഏറ്റവും വലിയ പാർട്ട്. 80% അടുത്ത് അയാളാണ്. ദാറ്റ് ഈസ് സെറിബ്രം. അത് ഏതൊരു കുഞ്ഞുവാവയ്ക്കും അറിയുന്നതല്ലേ? അല്ലേ? അറിയാം. നെയിം ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് വിച്ച് കണക്ട് ടു സെറിബ്രൽ ഹെമിസ്ഫിയർ. 2 സെറിബ്രൽ ഹെമിസ്ഫിയറിനെ കണക്ട് ചെയ്യുന്ന ഒരു സി ഷേപ്പ് നെർവ് ട്രാക്ട് ഫൈബർ ഉണ്ട്. അയാളെ പേരല്ലേ ചോദിച്ചത്? ദാറ്റ് ഈസ് കോർപ്പസ് കലോസം. എന്താണ്? കോർപ്പസ് കലോസം എന്നാണ് പറയാ. ഇനിയോ മിഡ് ബ്രെയിനിൽ കാണപ്പെടുന്ന 4 റൗണ്ട് സ്വെല്ലിംഗ്, 2 വലുതും 2 ചെറുതുമാണ്. സുപ്പീരിയർ കോളിക്കുലർ, ഇൻഫീരിയർ കോളിക്കുലർ. നമുക്ക് അങ്ങനെ പഠിക്കാനില്ല. ഓഡിയോ വിഷ്വൽ റിഫ്ലക്സ് കൺട്രോൾ ചെയ്യുന്ന 4 ആളെ ഒരുമിച്ചുള്ള പേര് NCERT കൊടുത്തിട്ടുണ്ട്. എന്താണ് വിളിക്കുക? 4 ആയത് ക്വാഡ് അല്ലേ. ക്വാഡ് 4. കോർപ്പോറ ക്വാഡ്രിജെമിന. കോർപ്പോറ ക്വാഡ്രിജെമിന. ഓക്കെ അല്ലേടാ. സോ അടുത്തതിലേക്ക് പോവാം. ദ റീജിയൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ വിച്ച് കൺട്രോൾ ഫംഗ്ഷൻ സച്ച് ആസ് ബോഡി ടെമ്പറേച്ചർ, അർജ് ഫോർ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. ഏതാണ്? ഹങ്കർ സെന്റർ, തേഴ്സ്റ്റ് സെന്റർ. ദാഹം, വിശപ്പ്, ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസ് അല്ലേ. സോ ഹൈപ്പോതലാമസ് ഇതിലുണ്ടോ? ഉണ്ടല്ലോ. ഇയാളാണ് ആൻസർ വരിക. ഇത് തിങ്കിങ്ങും മെമ്മറി കമ്മ്യൂണിക്കേഷൻ ഒക്കെ അല്ലേ സെറിബ്രം അല്ലെ. അസോസിയേഷൻ, ആ സെറിബ്രത്തിലല്ലേ അസോസിയേഷൻ ഏരിയ ഉള്ളത്. കോർട്ടക്സിലെ ലാർജ് അസോസിയേഷൻ ഏരിയ. അവരെ സ്പെസിഫിക് ഫംഗ്ഷൻ ആണ് മെമ്മറി, കമ്മ്യൂണിക്കേഷൻ, ഇന്റർ സെൻസറി അസോസിയേഷൻ. ഇതെന്താണ്? തലാമസ് റിലേ സ്റ്റേഷൻ ആണ്. കോർഡിനേറ്റിംഗ് സെന്റർ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ സിഗ്നലിംഗ്. അത് കൺവേർട്ട് ആവുന്ന ഏരിയ. ഓക്കെ, സോ നമ്മളെ ഫൈനൽ ചാപ്റ്ററിലേക്ക് പോയാലോ. സോ ഇതിന്ന് 1 മാർക്ക് നമുക്ക് ഡിസോർഡേഴ്സ് നമുക്ക് അധികം ചോദിക്കാറുണ്ട്. ആഫ്റ്റർ ഓവുലേഷൻ ദ റപ്ചേർഡ് ഫോളിക്കിൾ ഇൻ ഓവറി ഈസ് കൺവേർട്ട് ടു സ്ട്രക്ചർ കോൾഡ്. ആ ടെമ്പററി സ്ട്രക്ചർ നമ്മൾ എന്താ വിളിക്കുക? പ്രൊജസ്ട്രോൺ ഒക്കെ ഒരു സെക്രീറ്റ് ചെയ്യാറില്ലേ. ദാറ്റ് ഈസ് കോർപ്പസ് ലൂട്ടിയം അല്ലേ. ആ സ്ട്രക്ചർ നമ്മൾ കോർപ്പസ് ലൂട്ടിയം എന്നാണ് പറയാ. കോർപ്പസ് ലൂട്ടിയം. അവരല്ലേ പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുക. ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ ഗ്ലൂക്കഗോൺ. ഏതാ? ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഹോർമോൺ ഏതാടാ? ദാറ്റ് ഈസ് ഇൻസുലിൻ അല്ലെ. പാങ്ക്രിയാസിന്റെ ബീറ്റാ സെല്ല് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ആണ് ഹൈപ്പോഗ്ലൈസീമിക്. ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ആള്, കൂട്ടുന്ന ആള് ഗ്ലൂക്കഗോൺ അല്ലേ. അല്ലേടാ? യെസ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്വാർഫിസം, ലോ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അല്ലെ. ഗ്രോത്ത് ഹോർമോൺ കുറഞ്ഞാൽ ഡ്വാർഫിസം ഉണ്ടാവാറുണ്ട്. ഓവർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ അത് ജൈജാൻറ്റിസ് ചെയ്താ പിന്നെ നമുക്ക് ഏതാണ്? അഡൽട്ടിലേക്ക് വരുന്ന ആളല്ലേ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് അക്രോമെഗാലി ആണ്. അക്രോമെഗാലി. ഓക്കെ, ഗോയിറ്റർ തൈറോയ്ഡ് ഡെഫിഷ്യൻസി മൂലം വരാറുണ്ട്. ഡയബറ്റിസ് മെലൈറ്റസ് ഇറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓഫ്. എടാ പ്രമേഹം ഷുഗർ അല്ലേ. ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് ഏത് ഹോർമോൺ? ഇൻസുലിൻ അല്ലെ. അതിന്റെ 2 ഇൻഡിക്കേഷൻ അല്ലേ. ഗ്ലൂക്കോസ് ഗ്ലൈക്കോസൂറിയ ആൻഡ് കീറ്റോണൂറിയ എന്നൊക്കെ പറയുന്നത്.
സെറ്റ് അല്ലടാ? സോ ഞാൻ സ്പീഡിലാണ് സംസാരിച്ചത്. ബിക്കോസ് എന്താ കാരണം? 1 മാർക്കിന്റെ ചോദ്യമാണ്. അല്ലെ, നിങ്ങൾ റിവിഷന്റെ ഭാഗമായിട്ടല്ലേ നിങ്ങൾ ഇത് കേൾക്കേണ്ടത്. സോ മറ്റുള്ള ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവ് സെഷനിൽ നമ്മൾ ചെയ്തെടുക്കുന്നതായിരിക്കും. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. നമുക്ക് കാണാം മക്കൾസ്. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.